നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ചില ശബ്ദങ്ങളുണ്ട്, ചില പരസ്യങ്ങളുണ്ട്. അത്തരത്തിലൊന്നാണ് ടാറ്റ ഡോകോമോ എന്ന പേര് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ആ സംഗീതം. 2009 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ യുവാക്കളുടെ ഹരമായിരുന്നു ടാറ്റ ഡോകോമോ. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന രീതി തന്നെ മാറ്റിമറിച്ച ഒരു കമ്പനിയായിരുന്നു അത്. ഇന്ന് ആ പേര് നമ്മുടെ ഫോണുകളിൽ ഇല്ല. എയർടെൽ എന്ന വലിയ കമ്പനിയുടെ ഭാഗമായി അത് മാറി. എങ്കിലും ഒരു കാലത്ത് ഇന്ത്യയിലെ വമ്പൻ കമ്പനികളെ വിറപ്പിച്ച ചരിത്രം ടാറ്റ ഡോകോമോയ്ക്കുണ്ട്. വെറും ഒരു സിം കാർഡ് എന്നതിലുപരി അതൊരു തരംഗമായിരുന്നു. എങ്ങനെയാണ് ടാറ്റ ഡോകോമോ ഇന്ത്യയിൽ എത്തിയത്? എന്തുകൊണ്ടാണ് അവർക്ക് പൂട്ടിപ്പോകേണ്ടി വന്നത്? ആ കഥയാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസ്തരായ ബിസിനസ് ഗ്രൂപ്പാണ് ടാറ്റ. ജപ്പാനിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ് NTT ഡോകോമോ. ഈ രണ്ട് വമ്പന്മാരും കൈകോർത്തപ്പോൾ ഉണ്ടായതാണ് ടാറ്റ ഡോകോമോ. 2008 നവംബറിലാണ് ഈ കൂട്ടുകെട്ടുണ്ടായത്. ടാറ്റ ടെലി സർവീസ് എന്ന കമ്പനിയിൽ ജപ്പാനിലെ ഡോകോമോ പണം മുടക്കി. ഏകദേശം 13,000 കോടി രൂപയാണ് ഡോകോമോ മുടക്കിയത്. ടാറ്റയുടെ 26% ഓഹരി അവർ വാങ്ങി. ഇത് അക്കാലത്തെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നായിരുന്നു. ഇന്ത്യൻ വിപണിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ ആഗ്രഹിച്ചു. ജപ്പാനിലെ സാങ്കേതിക വിദ്യയും ടാറ്റയുടെ വിശ്വാസ്യതയും ചേർന്നപ്പോൾ ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയായി. ടാറ്റ ഡോകോമോ വരുന്നതിന് മുൻപ് ഇന്ത്യയിലെ കോൾ നിരക്കുകൾ വളരെ വിചിത്രമായിരുന്നു. അന്ന് 1 മിനിറ്റ് എന്ന കണക്കിലാണ് പണം ഈടാക്കിയിരുന്നത്. നിങ്ങൾ 10 സെക്കൻഡ് സംസാരിച്ചാലും 1 മിനിറ്റിന്റെ പണം നൽകണമായിരുന്നു. മൊബൈൽ കമ്പനികൾക്ക് ഇത് വലിയ ലാഭമായിരുന്നു. എന്നാൽ സാധാരണക്കാർക്ക് ഇത് വലിയ നഷ്ടമായിരുന്നു. 2009 ജൂണിൽ ടാറ്റ ഡോകോമോ തങ്ങളുടെ സേവനം ആരംഭിച്ചു. അവർ മുന്നോട്ട് വെച്ച ഓഫർ കേട്ട് ഇന്ത്യ ഞെട്ടി. സംസാരിക്കുന്ന സമയത്തിന് മാത്രം പണം നൽകുക, ഇതായിരുന്നു അവരുടെ വാഗ്ദാനം. 1 സെക്കൻഡിന് 1 പൈസ എന്ന നിരക്ക് അവർ പ്രഖ്യാപിച്ചു. ഇതൊരു വിപ്ലവമായിരുന്നു. അതുവരെ കൊള്ളലാഭം ഉണ്ടാക്കിയിരുന്ന എയർടെൽ, വോഡഫോൺ, ഐഡിയ തുടങ്ങിയ കമ്പനികൾക്ക് ഇത് വലിയ തിരിച്ചടിയായി. ജനങ്ങൾ കൂട്ടത്തോടെ ടാറ്റ ഡോകോമോയിലേക്ക് മാറി. കോളുകൾക്ക് പണം ലാഭിക്കാമെന്നത് എല്ലാവരെയും ആകർഷിച്ചു. നിർബന്ധിതരായി മറ്റ് കമ്പനികൾക്കും നിരക്ക് കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെ ഇന്ത്യയിലെ കോൾ നിരക്കുകൾ കുത്തനെ കുറഞ്ഞു. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് ടാറ്റ ഡോകോമോയോടാണ്. ടാറ്റ ഡോകോമോയുടെ മറ്റൊരു പ്രത്യേകത അവരുടെ പരസ്യങ്ങളായിരുന്നു. വളരെ ലളിതവും രസകരവുമായ പരസ്യങ്ങൾ. ഡ്യൂ ദ ന്യൂ എന്നതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അവരുടെ ലോഗോയും നിറങ്ങളും വളരെ പുതുമയുള്ളതായിരുന്നു. ബോളിവുഡ് താരം രൺബീർ കപൂർ ആയിരുന്നു അവരുടെ ബ്രാൻഡ് അംബാസഡർ. യുവാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു അവരുടെ ഓരോ നീക്കവും. SMS പാക്കേജുകൾ, കുറഞ്ഞ നിരക്കിലുള്ള ഇന്റർനെറ്റ് എന്നിവയെല്ലാം അവർ അവതരിപ്പിച്ചു. കോളേജുകളിലും ക്യാമ്പസുകളിലും ടാറ്റ ഡോകോമോ സിം കാർഡുകൾ ട്രെൻഡായി മാറി. മറ്റ് കമ്പനികൾ ഗൗരവമുള്ള പരസ്യങ്ങൾ ചെയ്തപ്പോൾ ഡോകോമോ തമാശ നിറഞ്ഞ പരസ്യങ്ങൾ ചെയ്തു. അത് ജനങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഇടം പിടിച്ചു. തുടക്കം ഗംഭീരമായിരുന്നുവെങ്കിലും കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. 2010 3G സ്പെക്ട്രം ലേലം നടന്നു. ഇതിനായി കമ്പനികൾക്ക് വലിയ തുക മുടക്കേണ്ടി വന്നു. ടാറ്റ ഡോകോമോയും ഇതിൽ പങ്കെടുത്തു. എന്നാൽ എല്ലാ സർക്കിളുകളിലും അവർക്ക് 3G ലൈസൻസ് കിട്ടിയില്ല. കിട്ടിയ സ്ഥലങ്ങളിൽ തന്നെ വലിയ തുക അവർക്ക് നൽകേണ്ടി വന്നു. ഇതുകൂടാതെ 2G സ്പെക്ട്രം അഴിമതി കേസ് ഇന്ത്യയിലെ ടെലികോം മേഖലയെ പിടിച്ചുലച്ചു. 2012 സുപ്രീം കോടതി പല കമ്പനികളുടെയും ലൈസൻസുകൾ റദ്ദാക്കി. ഇത് ടാറ്റ ഡോകോമോയെയും ബാധിച്ചു. അവരുടെ ബിസിനസ് പ്ലാനുകൾ താളം തെറ്റി. മറ്റൊരു പ്രശ്നം വരുമാനമായിരുന്നു. 1 സെക്കൻഡിന് 1 പൈസ എന്ന ഓഫർ ജനങ്ങൾക്ക് ലാഭമായിരുന്നു. എന്നാൽ കമ്പനിക്ക് അത് അത്ര വലിയ ലാഭമായിരുന്നില്ല. വരിക്കാരുടെ എണ്ണം കൂടിയിട്ടും വരുമാനം ആനുപാതികമായി കൂടിയില്ല. വലിയ കമ്പനികളായ എയർടെല്ലും വോഡഫോണും ഈ യുദ്ധത്തിൽ പിടിച്ചു നിന്നു. കാരണം അവർക്ക് വലിയ സാമ്പത്തിക ശേഷിയുണ്ടായിരുന്നു. ടാറ്റ ഡോകോമോ പതുക്കെ കിതയ്ക്കാൻ തുടങ്ങി. പ്രതീക്ഷിച്ച ലാഭം കിട്ടാതെ വന്നപ്പോൾ ജപ്പാനിലെ NTT ഡോകോമോ നിരാശരായി. 2014 അവർ ഒരു സുപ്രധാന തീരുമാനമെടുത്തു. ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങുക. ടാറ്റയുമായുള്ള കരാർ പ്രകാരം ചില വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. കരാർ പ്രകാരം ഡോകോമോയ്ക്ക് വേണമെങ്കിൽ ഓഹരികൾ തിരികെ നൽകാം. ടാറ്റ അത് വാങ്ങണം. വാങ്ങുമ്പോൾ നൽകേണ്ട വിലയും നേരത്തെ നിശ്ചയിച്ചിരുന്നു. മുടക്കിയ പണത്തിന്റെ പകുതിയെങ്കിലും തിരികെ നൽകണം എന്നായിരുന്നു വ്യവസ്ഥ. അതായത് ഏകദേശം 7,250 കോടി രൂപ ടാറ്റ നൽകണം. ടാറ്റ ഇതിന് തയ്യാറായിരുന്നു. അവർക്ക് തങ്ങളുടെ പേര് ചീത്തയാക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ വില്ലനായി വന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. വിദേശ കമ്പനികൾക്ക് ഓഹരി വിൽക്കുമ്പോൾ നേരത്തെ നിശ്ചയിച്ച വില നൽകാൻ പാടില്ല എന്ന് RBI നിയമം മാറ്റിയിരുന്നു. വിപണി വില മാത്രമേ നൽകാവൂ എന്നായിരുന്നു പുതിയ നിയമം. അന്ന് ടാറ്റ ഡോകോമോയുടെ വിപണി വില വളരെ കുറവായിരുന്നു. ഇതോടെ വലിയൊരു നിയമയുദ്ധം ആരംഭിച്ചു. തങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത പണം വേണമെന്ന് ഡോകോമോ വാശി പിടിച്ചു. നിയമം അനുവദിക്കാത്തതുകൊണ്ട് പണം നൽകാനാവില്ലെന്ന് ടാറ്റയും പറഞ്ഞു. വിഷയം ലണ്ടനിലെ കോടതിയിലെത്തി. വർഷങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിൽ ടാറ്റയ്ക്ക് പണം നൽകേണ്ടി വന്നു. ഏകദേശം $1.17 ബില്യൺ ടാറ്റ ഡോകോമോയ്ക്ക് നൽകി. അങ്ങനെ ജപ്പാനിലെ ഡോകോമോ ഇന്ത്യയോട് വിട പറഞ്ഞു. ടാറ്റ ഡോകോമോ തളർന്നു നിൽക്കുന്ന സമയത്താണ് 2016 റിലയൻസ് ജിയോ വരുന്നത്. സൗജന്യ കോളുകളും സൗജന്യ 4G ഇന്റർനെറ്റുമായി ജിയോ വിപണി പിടിച്ചടക്കി.
3G പോലും കൃത്യമായി നൽകാൻ കഴിയാതിരുന്ന ടാറ്റ ഡോകോമോയ്ക്ക് ജിയോയോട് മത്സരിക്കാൻ കഴിഞ്ഞില്ല. 4G സാങ്കേതികവിദ്യ കൊണ്ടുവരാൻ വലിയ പണം ആവശ്യമായിരുന്നു. അത്രയും പണം മുടക്കാൻ ടാറ്റ ഗ്രൂപ്പ് തയ്യാറായിരുന്നില്ല. കാരണം ടെലികോം ബിസിനസ് അപ്പോഴേക്കും വലിയ ബാധ്യതയായി മാറിയിരുന്നു. വരിക്കാർ കൂട്ടത്തോടെ ജിയോയിലേക്ക് പോയി. ടാറ്റ ഡോകോമോയുടെ കഥ ഏകദേശം അവസാനിച്ചു. ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ടാറ്റയ്ക്ക് മനസ്സിലായി. കമ്പനി പൂട്ടിയാൽ ആയിരക്കണക്കിന് ജീവനക്കാരുടെ ജോലി പോകും. കൂടാതെ ടാറ്റ എന്ന ബ്രാൻഡിന്റെ വിശ്വാസ്യതയെ അത് ബാധിക്കും. അതിനാൽ അവർ മറ്റൊരു വഴി കണ്ടെത്തി: കമ്പനിയെ മറ്റൊരാൾക്ക് കൈമാറുക. 2017 ഒക്ടോബറിൽ ആ വാർത്ത വന്നു. ടാറ്റ ടെലി സർവീസസിന്റെ മൊബൈൽ ബിസിനസ് ഭാരതി എയർടെൽ ഏറ്റെടുക്കുന്നു. ഇതിനായി എയർടെൽ ടാറ്റയ്ക്ക് പണമൊന്നും നൽകിയില്ല. പകരം പണമില്ലാത്ത ഒരു ഡീലായിരുന്നു അത്. ടാറ്റ ഡോകോമോയുടെ വരിക്കാരെയും സ്പെക്ട്രത്തെയും എയർടെൽ ഏറ്റെടുത്തു. പകരം ടാറ്റ ഡോകോമോയുടെ വലിയ കടബാധ്യതകൾ ടാറ്റ ഗ്രൂപ്പ് തന്നെ വീട്ടാമെന്ന് സമ്മതിച്ചു. എയർടെല്ലിന് ഇത് ലാഭമായിരുന്നു. കാരണം അവർക്ക് വെറുതെ കുറെ വരിക്കാരെയും സ്പെക്ട്രത്തെയും കിട്ടി. ടാറ്റയ്ക്കും ഇത് ആശ്വാസമായി. കാരണം നഷ്ടമുണ്ടാക്കുന്ന ഒരു ബിസിനസ് അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. 2019 ജൂലൈ മാസത്തോടെ ടാറ്റ ഡോകോമോ എന്ന പേര് പൂർണ്ണമായും ഇല്ലാതായി. എല്ലാ വരിക്കാരും എയർടെല്ലിന്റെ ഭാഗമായി മാറി. ആ മഞ്ഞയും കറുപ്പും നിറമുള്ള ലോഗോയും ആ രസകരമായ പരസ്യങ്ങളും ഓർമ്മയായി. എന്തുകൊണ്ട് ടാറ്റ ഡോകോമോ പരാജയപ്പെട്ടു? ഇന്ത്യയിലെ ടെലികോം വിപണി വളരെ കടുപ്പമേറിയതാണ്. എയർടെൽ, വോഡഫോൺ, ഐഡിയ തുടങ്ങിയ വമ്പന്മാരോട് പിടിച്ചു നിൽക്കാൻ വലിയ പണം ആവശ്യമായിരുന്നു. 2G അഴിമതിയും തുടർന്നുണ്ടായ കോടതി വിധികളും കമ്പനിയെ തളർത്തി. ജപ്പാൻ പങ്കാളി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയത് ടാറ്റയ്ക്ക് വലിയ ക്ഷീണമായി. ജിയോ വന്നതോടെ മറ്റ് കമ്പനികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി. 3Gയിൽ നിന്ന് 4Gയിലേക്ക് മാറിയപ്പോൾ അതിനൊത്തു മാറാൻ ടാറ്റ ഡോകോമോ വൈകിപ്പോയി. ടാറ്റ ഡോകോമോ പരാജയപ്പെട്ടു എന്ന് പറയാം. എങ്കിലും അവർ ഇന്ത്യൻ ജനതയ്ക്ക് ചെയ്ത ഉപകാരം ചെറുതല്ല. ഇന്ത്യക്കാരെ മിനിറ്റ് കണക്കിൽ നിന്ന് സെക്കൻഡ് കണക്കിലേക്ക് മാറ്റിയത് അവരാണ്. ഫോൺ വിളിക്കാൻ ഭയപ്പെട്ടിരുന്ന സാധാരണക്കാർക്ക് ധൈര്യമായി സംസാരിക്കാൻ അവസരം നൽകി. ഇന്റർനെറ്റ് സാധാരണക്കാരിലേക്ക് എത്തിക്കുന്നതിൽ അവർ വലിയ പങ്ക് വഹിച്ചു. വിപണിയിലെ മത്സരത്തിൽ അവർക്ക് കാലിടറി. പക്ഷേ ബിസിനസ് ചരിത്രത്തിൽ ടാറ്റ ഡോകോമോയുടെ സ്ഥാനം എപ്പോഴും ഉണ്ടായിരിക്കും. ഉപഭോക്താക്കൾക്ക് വേണ്ടി നിലകൊണ്ട, അവർക്ക് ലാഭം ഉണ്ടാക്കിക്കൊടുത്ത ഒരു ബ്രാൻഡ് ആയിരുന്നു അത്. ഇന്ന് നമ്മൾ അൺലിമിറ്റഡ് കോളുകളും ഡാറ്റയും ആസ്വദിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം തുടക്കമിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ ടാറ്റ ഡോകോമോയുടെ പേര് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ അവർ അന്ന് ആ വിപ്ലവകരമായ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നും നമ്മൾ ഉയർന്ന നിരക്ക് നൽകേണ്ടി വരുമായിരുന്നു. ടാറ്റ ഡോകോമോ എന്ന പേര് മായ്ക്കപ്പെട്ടെങ്കിലും ആ പേര് കേൾക്കുമ്പോൾ ഉള്ളിലൊരു സന്തോഷം തോന്നാത്തവർ ചുരുക്കമായിരിക്കും. അതൊരു തലമുറയുടെ വികാരമായിരുന്നു. സൗഹൃദങ്ങളുടെയും പ്രണയങ്ങളുടെയും പാലമായിരുന്നു. ബിസിനസ് ലോകത്തെ വലിയ പാഠങ്ങളും ഓർമ്മകളും ബാക്കിയാക്കി ടാറ്റ ഡോകോമോ ചരിത്രത്തിന്റെ ഭാഗമായി. നഷ്ടങ്ങളുടെ കണക്കുകൾ ഉണ്ടെങ്കിലും ടാറ്റ ഗ്രൂപ്പ് മാന്യമായി തന്നെ ആ അധ്യായം അവസാനിപ്പിച്ചു. ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ വരിക്കാരെ എയർടെല്ലിലേക്ക് മാറ്റി. ജീവനക്കാരുടെ കാര്യത്തിലും അവർ ശ്രദ്ധ ചെലുത്തി. അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനം വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ട് ശാന്തമായി വിടവാങ്ങി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.